12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ജോൺ. ജോൺ തന്റെ പഠനകാലം മുഴുവനും അയാളുടെ മുത്തച്ഛന്റെ കൂടെ നിന്നാണ് പഠിച്ചിരുന്നത്. എന്നാൽ മുത്തച്ഛനെ ജോണിന് അത്ര ഇഷ്ടമല്ലായിരുന്നു. കാരണം കുട്ടിക്കാലം മുതലേ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ മുഴുവൻ സമയവും തന്റെ റൂമിലിരുത്തി പഠിപ്പിക്കുമായിരുന്നു. അതുമാത്രമല്ല ജോണിനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു ആ മുത്തച്ഛൻ. അങ്ങനെ ഇരിക്കെ ജോണിന് ഒരു ടൈം ട്രാവൽ മെഷീൻ ലഭിക്കുകയാണ്. അത് കിട്ടിയ ഉടൻ തന്നെ ജോൺ ചിന്തിച്ചത് തന്റെ മുത്തച്ഛന്റെ ജനനം തടയണമെന്നാണ്. അങ്ങനെ ആവുമ്പോൾ തന്റെ കുട്ടിക്കാലം ഒന്നും കൂടി മനോഹരമായി ജീവിക്കാമെന്നായിരുന്നു ജോണിന്റെ പദ്ധതി. അങ്ങനെ ടൈം ട്രാവൽ മെഷീനിൽ കയറി ജോൺ ഭൂതകാലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് കുട്ടിയായിരിക്കുന്ന ജോണിന്റെ മുത്തച്ഛനെ ജോൺ കാണുന്നു. ഒട്ടും വൈകാതെ തന്നെ ജോൺ ആ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ജോൺ വളരെയധികം സന്തോഷവാനായി. എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. ആ മുത്തച്ഛൻ ഉണ്ടെങ്കിലല്ലേ ജോണിന്റെ മാതാപിതാക്കൾ ജനിക്കുള്ളൂ. ജോണിന്റെ മാതാപിതാക്കൾ ഉണ്ടെങ്കിലല്ലേ ജോൺ ഈ ഭൂമിയിൽ ജനിക്കുള്ളൂ. ജോൺ ജനിച്ചാൽ മാത്രമല്ലേ ടൈം ട്രാവൽ മെഷീൻ ഉപയോഗിച്ച് ജോണിന് ഭൂതകാലത്ത് നിന്ന് തന്റെ മുത്തച്ഛനെ കൊല്ലാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മുത്തച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ജോൺ ജനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മുത്തച്ഛനെ കൊല്ലുവാൻ ജോണിന് ഭൂതകാലത്തേക്ക് പോകുവാനും കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും മുത്തച്ഛൻ ജനിക്കുന്നു. അതോടൊപ്പം ജോണും ഈ ഭൂമിയിൽ ജനിക്കുന്നു. ഇതിനെയാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്.